രാവിലെ തികച്ചും ശാന്തം. കടകൾ തുറന്നു, ബസ്സുകൾ ഓടി, ജനജീവിതം സുഗമമായി മുന്നോട്ട്. 6 മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചു. പക്ഷേ ഹർത്താലിൻ്റെതായ ഒരു ഫീല് ജില്ലയിലില്ല എന്നത് തന്നെയാണ്. സാധാരണ ഒരു അവധി ദിനം എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഹർത്താലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആദ്യ മണിക്കൂർ അങ്ങനെയാണ്. 10 മണിയോടെ അവസ്ഥ മാറി. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് തടയാൻ തുടങ്ങി. അതോടെ വാക്കേറ്റം, ഉന്തും തള്ളും ബലപ്രയോഗവും. മുന്നോട്ടെടുത്ത ബസ്സിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടസ്സം നിന്നു. ഞങ്ങളുടെ PCC പ്രസിഡന്റും MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ CPM മർദ്ദിക്കുമ്പോൾ ഈ കാക്കിയിട്ട പോലീസ് കയ്യും കെട്ടി നോക്കിക്കാം. പാവപ്പെട്ട ആളുകൾ ഇന്നലെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അവസരം ഒരുക്കേണ്ട പോലീസ് ഇന്നലെ CPM-ന് ഒത്താശ ചെയ്യുന്ന പോലീസായിട്ടാണ് മാറിയത്. ജീവനക്കാരും യാത്രക്കാരും പ്രതിഷേധിച്ചു. പോലീസ് ഇടപെട്ടു. അതോടെ വാക്കേറ്റം പോലീസുമായായി. ചേവായൂരിലെ പോലീസ് നിലപാട് പരസ്യമായി ചോദ്യം ചെയ്തു ചിലർ. അപ്പോഴേക്കും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. പ്രതിഷേധം ശക്തിപ്പെട്ടു. അവർ നഗരത്തിൽ പരക്കെ ഓടി വാഹനങ്ങൾ തടഞ്ഞു. സംഘടിച്ച് പ്രതിഷേധം തുടങ്ങിയതോടെ കടകളിലേക്ക് പാഞ്ഞു കയറി അടപ്പിക്കാനും തുടങ്ങി ഹർത്താൽ അനുകൂലികൾ. എതിർപ്പ് ശക്തമായതോടെ പോലീസ് നിസ്സംഗരായി. പ്രകടനവുമായി നേതാക്കൾ എത്തിയതോടെ സമരത്തിന് വീര്യം കൂടി. CPM-നും പോലീസിനും നേരെ കടുത്ത വാക്കുകളുമായി DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ രംഗത്ത് വന്നു. പോലീസുകാരൻ ഇന്ന് ഇവിടെ ശിഖണ്ഡികളായി മാറിയിരിക്കുന്നു കോഴിക്കോട്. ഞാൻ പറയുന്നു, മിസ്റ്റർ ഐശ്വര്യ കമ്മീഷണർ, ഞങ്ങളെടുത്ത് വേണ്ട, ഞങ്ങൾ ശ്രമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും. കോഴിക്കോട്ടെ കോൺഗ്രസ് പറഞ്ഞത്. പിന്നീട് നഗരം ചുറ്റി പ്രതിഷേധം. അപ്പോഴും തുറന്നു കണ്ട കടകൾ എല്ലാം അടപ്പിക്കുന്നുണ്ടായിരുന്നു ഹർത്താൽ അനുകൂലികൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.